ഹലോ, ഡേ 5. ഡേ 5. അപ്പോഴത്തേക്കും നമ്മൾ ഡേ 5ലേക്ക് കയറിയിരിക്കുന്നു. ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ടാണ്. എനിക്ക് കോട്ടയം പോകാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റില്ലെങ്കിൽ നല്ല പ്രശ്നവും, ലേറ്റാവും, പ്രശ്നവും. അപ്പോഴത്തേക്കും ഞാൻ സമയത്തിന് എണീറ്റു. അപ്പോൾ ഞാനിപ്പോൾ പോയി ബ്രഷൊക്കെ ചെയ്തിട്ട് റെഡി ആയി കഴിഞ്ഞിട്ട് വരാം. വേഗം പോട്ടെ. അപ്പോഴത്തേക്കും രാവിലെ തന്നെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ 500 ml വെള്ളം എനിക്ക് ഒറ്റയടി കുടിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് കാറിൽ പോകുമ്പോൾ മൂത്രം വയ്ക്കാൻ പറ്റും, വാഷ്റൂം പോകാൻ പറ്റും. അപ്പോഴത്തേക്കും പ്രശ്നമാവും. അപ്പം ഇങ്ങനെ എപ്പോഴും അറിയാമല്ലോ, ഒറ്റയടിക്ക് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഒറ്റയടിക്ക് 500 ml കുടിക്കുന്നില്ല, കുറച്ച് വെള്ളം കുടിക്കും. എന്നിട്ട് സിപ്പായി കുടിക്കുന്നുള്ളൂ. അവിടെ വീട്ടിലെത്തിയതിന് ശേഷം, കോട്ടയത്തെത്തിയതിന് ശേഷം നമ്മൾ മര്യാദയ്ക്ക് വെള്ളം കുടിക്കേണ്ടി വരും. കാറിൽ ജേർണിയുടെ സമയത്ത് കുടിക്കാൻ പറ്റത്തില്ല. ഓൾസോ രാവിലെ ഇറങ്ങുന്ന കാരണം ഞാൻ പീനട്ട് ബട്ടറും ഒരു ബ്രൗൺ ബ്രെഡും കൂടെ ജസ്റ്റ് ഇത് കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വയറ് ഭയങ്കരമായിട്ട് പ്രശ്നമാണ് രാവിലെ തന്നെ എണീറ്റ് ട്രാവൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പീനട്ട് ബട്ടർ പ്രോട്ടീനാണ്, ഒത്തിരി കഴിക്കേണ്ട. ആൻഡ് ഒരു ബ്രൗൺ ബ്രെഡും. ഓക്കെ, അപ്പം ഞാനത് പോയിട്ട് റെഡി ആക്കട്ടെ. നമ്മളിത് ഫുള്ള് കുടിക്കുന്നില്ല, നമ്മൾ കുറച്ചേ കുടിക്കുന്നുള്ളൂ കേട്ടോ. ഇത് അമ്മ എനിക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തന്ന പീനട്ട് ബട്ടറാണ്, മേടിച്ചതല്ല. ഇതിൻ്റെ അകത്ത് ഇതെന്താ ചെയ്തേക്കുന്നത്? ബദാം ബട്ടറാണ്. ഇതിനകത്ത് എന്താ ഒന്നുമില്ലല്ലോ ആഡ് ചെയ്തേക്കുന്നത് എക്സ്ട്രാ. ബദാം മാത്രം ഇട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പീനട്ട് ബട്ടർ പോലെയാണ്. പീനട്ടല്ല, ബദാം ബട്ടർ. അമ്മ ഉണ്ടാക്കി തന്നതാണ്. ഞാൻ പീനട്ട് ബട്ടർ മേടിക്കാൻ പോയപ്പോൾ അമ്മയാണെങ്കിൽ ഓടി വന്നിട്ട്, ഇല്ല ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി തന്ന. ചക്കര സോഫി. എന്താ ചക്കര രാവിലെ കേൾക്കുന്നുണ്ട്? ചക്കര സോഫി ആണ് ഇപ്പോൾ ഓണാക്കിയ. ഇത് കഴിക്കുമ്പോൾ നമ്മളൊരു മുട്ട വെള്ളയും കൂടെ കഴിക്കുന്നു. നമ്മൾ റെഡിയായി കഴിഞ്ഞു. നല്ല രസമില്ലേ? അമ്മയുടെ അടുത്ത് തട്ടിയെടുത്ത് കുർത്തിയാണ് കേട്ടോ. അപ്പോഴത്തേക്കും റെഡിയായി കഴിഞ്ഞു. ചുമക്കൊക്കെ ഇട്ടു. ഒരു പുട്ടും കൂടെ പോയി തന്നോട്ടോ. ഇപ്പോൾ താഴെ പോയി പുട്ട് ഇടും. അപ്പോൾ എന്തായാലും റെഡിയായി. ഇപ്പം തന്നെ ഇറങ്ങണം. ലേറ്റായി തോന്നുന്നു. പിന്നെ ആണെങ്കിൽ ഇപ്പം ഞങ്ങൾ എല്ലാ വർഷവും കോട്ടയത്ത് പോകുന്നതാണ് കേട്ടോ. അവിടെ ചേർത്തുങ്കൽ പള്ളി ഉണ്ടല്ലോ, അപ്പോൾ അവിടെ എല്ലാ വർഷവും പോകാറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ട്രിപ്പ്. അപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് പോയി ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഓടട്ടെ. അപ്പോൾ നമ്മൾ പോവുകയാണ് ഗായ്സ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ജേണി. അപ്പോൾ ഇന്ന് ഫുൾ ട്രാവലിംഗ് ആയിട്ടുള്ള വ്ളോഗായിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ ഡേ 5 അല്ലേ ഇന്ന്. അപ്പോൾ ഡേ 5 ആകുമ്പോൾ അതിൻ്റെ കൂടെ ആയിട്ടുള്ള ഫുഡും ഇതൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പോവുകയാണ് അല്ലേ? അതെ, നമ്മൾ പോവുകയാണ്. ഹായ്. അപ്പം ഞങ്ങൾ തൃശ്ശൂരെത്തി. ഇവിടെ ഭാരത് എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്, അവിടെയാണ് കഴിക്കുന്നത്. ഞാൻ മിക്കവാറും ഇഡ്ഡലി ആയിരിക്കും കഴിക്കുന്നത്. അമ്മയൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇഡ്ഡലി ആയിരിക്കും കഴിക്കുന്നുണ്ടാവുക. നമുക്ക് അങ്ങോട്ട് പോകാം. തൃശ്ശൂരിലെ ഭാരത് ഭയങ്കര ഫേമസ് ഹോട്ടലാണ് കേട്ടോ. ഭയങ്കര തിരക്കാണ്. എപ്പോൾ പോയി കഴിഞ്ഞാലും വൻ തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ടൊരു സീറ്റൊക്കെ കണ്ടുപിടിച്ചിരുന്നു. അങ്ങനെ ഓർഡർ ചെയ്യാൻ വേണ്ടി പോവാണ്. അമ്മ പൂരി കഴിക്കാൻ പോവാന്ന്, എന്നെ വിട്ട പൂരിയും ഭാജിയും കഴിക്കാൻ പോവാന്ന് പറഞ്ഞു. നമ്മൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു ഓയിൽ ഇടരുതെന്ന്. അപ്പോൾ അവർ ഓയിൽ ഇടത്തില്ല എന്ന് പറഞ്ഞു, ഓയിൽ ഇടാറില്ല എന്ന് പറഞ്ഞു. ഇവിടെ നല്ല വില ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ മസാല ദോശയും അമ്മയും അപ്പനും പൂരിയും ബജിയും ഇറങ്ങുള്ളൂ. തൈര് കളയും. സ്ത്രീയെ തിന്ന്. അതെ.
ഗൈസ് ഞങ്ങൾ മൂവാറ്റുപുഴ എത്തിയപ്പോഴത്തേക്കും സ്നാക്സ് സമയമൊക്കെ കഴിഞ്ഞു പോയി. പക്ഷെ എന്നാലും ഞങ്ങളൊരു പൈനാപ്പിൾ ജ്യൂസ് വിത്തൗട്ട് ഷുഗർ എടുത്ത് കുടിച്ചു. ഭയങ്കര ടേസ്റ്റ് ആയിട്ട്, ഒറിജിനൽ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഭയങ്കര രുചിയുണ്ട്, നല്ല രുചിയുണ്ട്. അപ്പോഴത്തേക്ക് ഇത് കുടിക്കാം തീരാറായി. അപ്പം നിങ്ങളെ ഞാൻ ഓർത്തു, അപ്പോഴത്തേക്ക് വേഗം എടുക്കാൻ വന്നതാണ്. അങ്ങനെ ഞങ്ങൾ കോട്ടയം എത്തി. അപ്പം നോക്കിയപ്പോൾ ഫുൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് മൊത്തം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഇപ്പോൾ വന്ന സമയത്തിന് കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റിനിയാൻ്റെയും ജേസിനെങ്കിലും നിറ്റ, ഇവർ 3 പേരാണുള്ളത്, പിന്നെ മമ്മിയുണ്ട്. അപ്പോഴത്തേക്ക് ഇവർ കുറേ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ തന്തൂരി ഗ്രില്ല് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് റിനിയാൻ്റി എനിക്ക് വേണ്ടി ഗ്രില്ല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറും മോരുകറിയും ചിക്കനുമാണ് കഴിച്ചത്. അപ്പം നമ്മൾ ലൈറ്റിംഗ് ആണല്ലോ, അതുകൊണ്ട് നമുക്കിതെല്ലാം കഴിക്കാൻ പറ്റുള്ളൂ. ഞാനതാണ് കഴിച്ചത്. അതിനിടെ കൂടെ ഇവിടെ കാജു കട്ട്ലി എന്തൊക്കെയൊക്കെയോ ഉണ്ട്. പക്ഷേ നമ്മളതൊക്കെ ടെംപ്റ്റേഷൻ പോലെ അവരെങ്കിലും ഉൾപ്പെടുത്തത്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് അടുത്തത് കഴിക്കണ സമയത്ത്, അടുത്ത മീൽ കഴിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ വരാം. അങ്ങനെ ഞങ്ങൾ റിസോർട്ട് എത്തിയപ്പം വൈകുന്നേരം സ്നാക്കായിട്ട് ഞാൻ കഴിച്ചത് പൂച്ചയപ്പവും പിന്നെ അവിലുമാണ്. അവിൽ വരും, പൂച്ചയപ്പം എന്ന് കുമ്പളപ്പം എന്ന് ചിലരുടെ ഭാഷയിൽ വരും കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകണിപ്പം അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകണമെങ്കിൽ ഒത്തിരി ഹെവി വർക്കൗട്ട് ഇല്ല, ബിക്കോസ് ഇന്ന് അത്ര സമയമില്ല. അതുകൊണ്ടൊരു എന്നെ കൊണ്ട് പറ്റുന്ന 20 മിനിറ്റ് വർക്കൗട്ട്, ജസ്റ്റ് നോർമലായിട്ടുള്ള വർക്കൗട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഞാൻ ഡ്രസ്സ് പോയി മാറിയിട്ട് വരാം. നമുക്ക് ഈ വ്യൂ കണ്ടുകൊണ്ട് വർക്കൗട്ട് ചെയ്യാം. ഇത് കണ്ടോ, ഇതായിരുന്നു ഇപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യായിരുന്നു. അപ്പോൾ വർക്കൗട്ടിൻ്റെ വ്യൂ ഇതായിരുന്നു. ഇത് രസമാണ്, നോക്ക്. ഫുൾ ഇരുട്ടായി, ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് വർക്കൗട്ട് ചെയ്തു കഴിഞ്ഞു. കുറച്ച് നേരം ചെയ്തുള്ളൂ, ഒരു 10-15 മിനിറ്റ്സ് ചെയ്തുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഇതിന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ അത്ര നേരം ചെയ്തുള്ളൂ. എന്നിട്ടിപ്പം പോയിട്ട് ഡ്രസ്സ് മാറട്ടെ. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം അത് കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇത് വേറൊരു ചിഹ്നമാണ് കേട്ടോ, ചിന്നു സ്ക്വയർ. ഞാനും ചിഹ്നമാണ്, ഇതും ചിഹ്നമാണ്. ശരിക്കത്തെ പേര് നിറ്റ എന്നാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. എന്നിട്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ടിക്കിങ് സംഭവം ആക്കിയിട്ട് അപ്പം നമുക്ക് ടിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ.